മിസ്സാകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സും കൂടി ആയിട്ട് എടുക്കാൻ മിസ്സാകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലൈവ് വരുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സംശയം നമുക്ക് ഇപ്പോൾ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ ഇനി വീണ്ടും ആവർത്തിച്ചെടുക്കുന്നതും അല്ല. അപ്പം ഇന്ന് കവർ ചെയ്യുന്ന പോർഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ഇന്ന് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനി അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷനും ഉണ്ടാവില്ല. പിന്നെ ഡൗട്ട് ചോദിക്കാം. ലൈക്ക് അതിന് എക്സ്ട്രാ കൺസൾട്ടേഷൻ ഫീസ് തരേണ്ടി വരും. അപ്പം എനിവേ നമ്മളപ്പം ക്ലാസ് തുടങ്ങാമെന്ന് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഇതിനെ വന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എടുക്കാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ്, ആരൊക്കെയോ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമുക്കത് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. എനിവേ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് അത്ലീക്, നിഷാന്ത്, മുഹമ്മദ്, അമർനാഥ്, ഭഗത്, സായി, രാഗിത് എല്ലാവർക്കും ഹായ്. മനസ്, ഹായ് മനസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വെൽക്കം ടു വൈ ഫിറ്റ്നസ്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു പേഴ്സണൽ കോച്ചിങ് അങ്ങനെ ഒരു മാർക്കറ്റ് വലുതായി കണ്ടിട്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഈ കോച്ചിങ് എന്ന ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് സത്യങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ആ ഒരു രീതി അല്ല നമുക്കിതൊരു ജോലിയായി മാറിക്കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ ഇതിനിടയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരെ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ വേണം. നമ്മൾ ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്തൊരു കാര്യം പഠിക്കാൻ പോയാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗമുണ്ട്, ബോറിംഗ് ആയിട്ടുള്ള ഭാഗമുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് മാത്രമായിട്ട് നമുക്ക് പഠിച്ച് നമുക്ക് എങ്ങും ഒന്നും ആവാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യങ്ങൾ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ പഠിച്ചാൽ അതിനെക്കുറിച്ചൊരു നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ജോലി നമുക്ക് നന്നായി ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരു സെക്കൻഡ്, ആരോ കൂടെ വരുന്നുണ്ട്. ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ട്രെയിനിങ് ഇൻഡസ്ട്രി. ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് ഇൻഡസ്ട്രിയുടെ ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ് ഇൻഡസ്ട്രിയുടെ ഗ്രോത്തും അതിൻ്റെ സാധ്യതകളും അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ചാടിയിട്ടും കാര്യമില്ല. അപ്പം ഈ കോച്ചിങ്ങിന് തന്നെ നമ്മുടെ എല്ലാവരും വിചാരിക്കുന്ന ബോഡി ബിൽഡിങ് മാത്രമാണ് കോച്ചിങ്. അല്ല, നമുക്ക് എല്ലാത്തിനും കോച്ചസ് ഉണ്ടാവും. അതായത് ഒന്ന് നമുക്ക് സ്പോർട്സ് ബേസ്ഡ് കോച്ചസ് ഉണ്ടാവും. അതിൽ ഓരോ സ്പോർട്സിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ടാകും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്രിക്കറ്റ്, ഇവരെല്ലാം ആഡ് ചെയ്തിട്ടോട്ടെ. ഓക്കെ, അപ്പം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇപ്പം കയറി വന്നവർക്ക് എല്ലാവരും നമ്മൾ വലിയതായിട്ടൊന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ബേസ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം കോച്ചിങ് എന്ന് പറയുമ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് കോച്ച് ഒരു കോച്ചാണ്. അതേപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ ഫിറ്റ്നസ്സിൽ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് ചെയ്യുന്ന ആൾ അയാളൊരു കോച്ചാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് പ്രായമുള്ളവരെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചവരെയൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് ട്രെയിൻ ചെയ്യുന്ന ആളുകളുണ്ട്, അവരൊരു കോച്ചാണ്. അപ്പോൾ ഈ കോച്ചിങ് ഇൻഡസ്ട്രിയിൽ തന്നെ സബ് ഡിവിഷൻസ് ഭയങ്കരമായിട്ടുണ്ട്.
ഈ കോച്ചിങ് ഇൻഡസ്ട്രി അപ്പം ഭയങ്കര വാസ്റ്റാണ്. ഒന്നിനേക്കാൾ വലുതോ ഒന്നിനേക്കാൾ ചെറുതോ അല്ല. ബോഡി ബിൽഡിംഗ് എന്നുള്ളത് മാത്രമാണ് ഭൂരിഭാഗം ആളുകളും കോച്ചിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് കാണുമ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അവർ യൂഷ്വലി എന്താണ് പറയുന്നത്, ലൈക്ക് ബോഡി ബിൽഡിംഗ് ലൈക്ക് കോച്ചാണോ, നിങ്ങൾ കണ്ടിട്ട് എത്ര കോച്ചാണ്, അത്ര ബിൽഡ് അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ലൈക്ക് പ്രൊഫഷണൽ ബോഡി ബിൽഡിങ് വേറെ, നോർമൽ കോച്ചിങ് വേറെ, സ്പോർട്സ് കോച്ചിങ് വേറെ, അങ്ങനെ ഇതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ബേസിക്കലി NSO എന്ന് പറഞ്ഞ ഈ സർട്ടിഫിക്കേഷനാണ്. ഇതൊരു ബേസിക് സർട്ടിഫിക്കേഷനാണ്. ഈ ബേസിക് സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് കറക്റ്റ് എക്സസൈസ് സ്പെഷ്യലിസ്റ്റ്, അതായത് ഇഞ്ചുറീസ് കാര്യങ്ങളിൽ ഫോക്കസ്, പെർഫോമൻസ് എൻഹാൻസ്മെന്റ് സ്പെഷ്യലിസ്റ്റ്, അതായത് ഒരാളുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ലൈക്ക് ഒരു ഗോൾഫ് കളിക്കുന്ന ഒരാളെ ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, അയാൾ ഈ ജസ്റ്റ് വീശാൻ പഠിക്കുക എന്നതിലുപരി അയാൾ ആ മൂവ്മെന്റ്, കാരണം സ്പോർട്സിൽ മൂവ്മെന്റ് ആണ് ഫോക്കസ്, ബോഡി ബിൽഡിങ്ങിൽ മസിലിന്റെ ഡെഫിനിഷനാണ് ഫോക്കസ്. അപ്പോൾ ആ മസിൽ കൺട്രാക്ഷൻ, അതേപോലെ ഒരു പവർ ലിഫ്റ്റിംഗിൽ സ്ട്രെങ്ത് ആണ് ഫോക്കസ്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റിമുലസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ട്രെയിനിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന സംഭവം ലൈക്ക് മൾട്ടി പ്ലാനറാണ്. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. ബോഡി ബിൽഡിംഗ് മാത്രമായിട്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നതെങ്കിൽ യാതൊരു കാര്യമില്ല. അത് നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തേക്ക് കൂടുതൽ, പിന്നെ നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കേഷൻസ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതെടുത്ത് നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം പുറത്താണ് അതിൻ്റെ ഏറ്റവും നല്ല മാർക്കറ്റ്. എന്നിട്ട് ഞാൻ നാട്ടിൽ എന്താ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ലൈക്ക് ഇട്ടിട്ട് പോകാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു, എനിക്ക് സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട്, ഞാൻ അതൊക്കെ ആയിട്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ പുറത്തേക്കുള്ള രീതിയിൽ വേണം ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാനും വർക്ക് ചെയ്യാനും എല്ലാം. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടോ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന മെയിനായിട്ട് പഠിക്കുന്ന കാര്യം ഫിസിയോളജി. അതായത് ഡോക്ടേഴ്സ് പഠിക്കുന്നത് പാത്തോളജി, അതായത് അസുഖങ്ങളെ ബേസ് ചെയ്താണ് ഡോക്ടേഴ്സ് പഠിക്കുന്നത്. നമ്മളോ ഒരു ഫിസിക്കലായിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസ് ബേസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെയാണ്. ജോയിൻസ് എങ്ങനെ, ഹ്യൂമൻ മൂവ്മെന്റ് സയൻസ് എന്താണ്, എന്തൊക്കെയാണെന്ന്, അതായത് നമ്മളുടെ ബോഡി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇപ്പം ഞാനൊരു കൈ മൂവ് ചെയ്യണമെങ്കിൽ എൻ്റെ ബ്രെയിനിൽ നിന്ന് നെർവസ് സിസ്റ്റം വഴി അതിലേക്ക് സിഗ്നൽ ചെല്ലുന്നു, അതനുസരിച്ച് എൻ്റെ മസിൽസ് എൻ്റെ ബോൺസിനെ അങ്ങോട്ട് മൂവ് ചെയ്തു. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറെ പഠിക്കുന്നത്. അസുഖം വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ബോഡി ബിൽഡിംഗ് മാത്രമായിട്ട്, ഞാൻ ബോഡി ബിൽഡിംഗ് ഹീറ്റർ ഒന്നുമല്ല, ഞാൻ ബോഡി ബിൽഡിംഗ് ചെയ്തിരുന്ന വ്യക്തിയാണ്. പക്ഷേ ലൈക്ക് കുറച്ചുകൂടെ ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ലൈക്ക് അതിനെടുക്കുന്ന എഫേർട്ട് അത് ലൈക്ക് ഭയങ്കര മാരകമാണ്. അതിലുപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അപകടം പിടിച്ചതാണ്. അതിന് നമ്മളെടുക്കുന്ന ആ ഒരു ഡയറ്റിങ്ങും കാലറി ഡെഫിസിറ്റ് ഒക്കെ ഭയങ്കര എക്സ്ട്രീമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ എക്സ്ട്രീം ഇതിലേക്ക് പോകുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ വളരെ കൂടുതലാണ്. അപ്പോൾ ബേസിക്കലി നമ്മളുടെ കോച്ചിങ് ഇൻഡസ്ട്രി മൾട്ടി പ്ലാനറാണ്, നമ്മൾ ഫിസിയോളജി ബേസ് ചെയ്താണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരുപക്ഷെ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്നിടത്ത് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഇത് നോക്കുമ്പോൾ, അതായത് ഞാൻ അവിടെ പോയി ചോദിച്ചിട്ടൊക്കെ ഉള്ള ട്രെയിനിങ്, ഇപ്പോൾ ഞാനിങ്ങനെ ബേസ് ചെയ്ത് എടുത്ത് ചോദിക്കും, ഫിസിയോളജി പഠിപ്പിക്കുന്നുണ്ടോ, ഓർത്തോ കൈനമാറ്റിക്സ് പഠിപ്പിക്കുന്നുണ്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിക്കുമ്പോൾ അവർ ഒന്നും മിണ്ടാതിരിക്കും. അപ്പോൾ ബേസിക്കലി അവർ കുറേ ജാർഗൺ എടുത്ത് തട്ടിയിട്ട് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിച്ച് പൈസ മേടിക്കുകയാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറ്റിക്കപ്പെടാതിരിക്കുക, നമ്മുടെ മെയിൻ ഫോക്കസ് എപ്പോഴും ഫിസിയോളജിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ വേറൊരു സംഭവം, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് AI. ഇപ്പം AI നമ്മളെ ബാധിക്കുന്നുണ്ടോ? അതായത് AI നമ്മളെ അല്ല, നമ്മുടെ ഓഡിയൻസിനെയാണ് ബാധിക്കുന്നത്. അപ്പം നമുക്കൊരു വർക്കൗട്ട് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ AI വർക്കൗട്ട് പ്ലാൻ തരും, ശരിയാണ്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ AI ഐഡിയൽ കണ്ടീഷൻസിൽ മാത്രമാണ് അത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പോലെ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും പറ്റിയ അതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും കാര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ AIക്ക് പറ്റില്ല. AI ഒരു വർക്കൗട്ട് പ്ലാൻ തരുന്നു, എന്നിട്ട് പോകും.
സിമ്പിൾ ആസ് ദാറ്റ്. അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജോലി ഒരിക്കലും AI കട്ടുകൊണ്ട് പോകാൻ പോകുന്നില്ല. കാരണം ഒരു ഹ്യൂമൻ ടച്ച് ഏതൊരു ഇൻഡസ്ട്രിയിലും ആവശ്യമാണ്. പക്ഷേ മനസ്സിലാക്കുക, അതിന് ആളുകളെ അതിനെപ്പറ്റി ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ AI കൊണ്ട് ഐഡിയൽ കണ്ടീഷൻസ് ആക്ച്വലി നിങ്ങൾക്ക് AI ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു ക്ലയൻറ്റിന് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ എഴുതാം. നിങ്ങൾ ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഇന്ന കാര്യം വെച്ചിട്ട് ഒരു സാമ്പിൾ വർക്കൗട്ട് എഴുതിത്താന്ന് പറഞ്ഞിട്ട് അതിൽ കറക്റ്റ് ചെയ്താൽ മതി. നേരത്തെ ചെയ്യാൻ 1 മണിക്കൂർ എടുക്കുന്ന ജോലി ഒരുപക്ഷെ നമുക്ക് ഇനി ചെയ്യാൻ 1/2 മണിക്കൂറേ പിടിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ AI യൂസ് ചെയ്യാൻ പഠിച്ചാൽ നമുക്കും ഗുണമാണ്. കറക്റ്റ്. പിന്നെ ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് ബേസിക്കലി നമ്മൾ ഇനി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം കൂടിയുണ്ട്. ഒന്ന്, ക്രോണിക് ഡിസീസസ്. ഇത് ക്രോണിക് ഡിസീസ്, ഒബീസിറ്റി, ഇതൊക്കെ വല്ലാണ്ട് സ്കൈ റോക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭക്ഷണ രീതിയുടെ ആവാം, നമ്മുടെ ജീവിത രീതിയുടെ ആവാം, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഈ ക്രോണിക് ഡിസീസസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഫസ്റ്റ് ഡോക്ടേഴ്സ് നമ്മുടെ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണെങ്കിൽ നമ്മളാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്. അസുഖം വരാതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകൾ നമ്മളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ആളുകളെ ബോധ്യവാന്മാരാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഹെൽത്തിൻ്റെ ഗുണം എന്താണ്, എക്സസൈസിൻ്റെ ഗുണം എന്താണ്, ഇതിനെപ്പറ്റി മനസ്സിലാക്കിച്ച് കൊടുക്കുകയും അത് മനസ്സിലാക്കുന്നവർ കൂടിയാണ് നമ്മൾ. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അസുഖങ്ങൾ കൂടി വരുന്ന ആ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ കോച്ചസിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പക്ഷെ ഭാവിയിൽ ഇത് മാറിയേക്കാം, ഈ രീതികളെല്ലാം മാറിയേക്കാം. അതായത് നമ്മുടെ നാട്ടിൽ ഡോക്ടർ പറയുന്ന എന്തും കൃത്യമായിട്ട് ചെയ്യും, ഒരു കോച്ച് പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യില്ല. അതിനൊരു വലിയൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മണ്ടൻ കോച്ചസ് ഉണ്ട്. ഒരു 99% അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ ബോഡി ബിൽഡിങ്ങിനെ ബേസ് ചെയ്താണെങ്കിൽ പോലും ഈ സ്റ്റെറോയിഡ്സ് യൂസ് ചെയ്യുന്നതിന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി യൂസ് ചെയ്യുന്നതും ലൈക്ക് റാൻഡമായിട്ട് കുറേ ഡ്രഗ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യാപക വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗം. അതുകൊണ്ടുള്ളവർ അത് മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പതിയെ കോച്ചസിന് വേണ്ട ഒരു റെസ്പെക്റ്റ് അത് നമുക്ക് തിരിച്ച് നേടിയെടുക്കണം. എങ്ങനെ? നമ്മുടെ ചെയ്യുന്ന നമ്മളുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ അറിവുകൊണ്ട് അവരാളുകളെ ബോധവാന്മാരാക്കി നമുക്കത് നേടിയെടുക്കാൻ പറ്റും. പിന്നെ അനാവശ്യമായിട്ട് നമ്മളൊരു ഇൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ടോളറേറ്റ് ചെയ്യരുത്. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം ഒരു ഡോക്ടർ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കൺസൾട്ടേഷനും, പക്ഷെ ഒരു കോച്ച് ഒരു ഡയറ്റ് പ്ലാൻ എഴുതി തരണമെങ്കിൽ ഞാൻ ജിമ്മിൽ ഫീസ് കൊടുക്കുന്നില്ല എന്ന് പറയും. അത് ചെയ്യരുത്. അത് നമ്മളെല്ലാവരും അത് കോച്ചിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ അത് അനുവദിക്കാതെ മാറുക തന്നെ വേണം. കാരണം ആ കോച്ചിനും അയാളുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ. സോ അയാൾ ചെയ്യുന്ന ജോലിക്ക് മാത്രം വില കുറവല്ല. അപ്പം അത് നമുക്ക് എല്ലാവർക്കും കൂടായിട്ട് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഫ്രഷ് ചിന്താഗതി ഉണ്ടാകും നമുക്ക്. അതായത് ചേഞ്ചിനായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ചേഞ്ച്. കാരണം നമ്മളുടെ ജീവിത രീതികളെ മാറിക്കൊണ്ടിരിക്കുക. 10-20 വർഷം മുന്നേ നമ്മൾ ജീവിച്ച പോലെ അല്ല ഇന്ന് ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടുന്ന നിങ്ങളുടെ ഭൂരിഭാഗം ക്ലയൻസ് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. എൻ്റെ 2ാമത്തെ ക്ലയൻ്റാണെന്ന് തോന്നുന്നു. എൻ്റെ ഫസ്റ്റ് ഞാൻ ഓൺലൈൻ കോച്ചിങ് തുടങ്ങിയിട്ട് 2ാമത്തെ ക്ലയൻറ്റിന് ഞാൻ പറഞ്ഞു ലൈക്ക് റിസ്റ്റ് റൊട്ടേഷൻ പറഞ്ഞു. റിസ്റ്റ് റൊട്ടേഷൻ പറഞ്ഞപ്പോൾ ആളിന് റിസ്റ്റ് റൊട്ടേഷൻ പോലും കൃത്യമായിട്ട് പറ്റുന്നില്ല. അതായത് ആൾ ഇങ്ങനെയൊക്കെ പോകും. ഞാൻ റിസ്റ്റ് റൊട്ടേഷൻ കറക്കാൻ എന്തിനാണ് ഇത്രയും പാടും? അതായത് അത്രയും ഡീകണ്ടീഷൻഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് ശരീരം ഒന്നും അങ്ങനെ അനങ്ങി കളിക്കാനോ ഒന്നും അവരുടെ ചെറിയ പ്രായത്തിൽ കളിക്കാനോ ഒന്നും പോയിട്ടില്ല. പഠിത്തം അങ്ങനെ മാത്രമായിട്ട് ഇരുന്നൊക്കെ പൈസ ഉണ്ടാക്കി വന്ന ആളുകളുണ്ട്. ഭൂരിഭാഗവും ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ ബേസിക്കലി ഒരാൾക്കൊരു കൈ ഇറക്കാൻ പറ്റാത്തതിൻ്റെ നമ്മൾ ആസ് എ കോച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അയാളുടെ ബ്രെയിനിൽ നിന്ന് അയാളുടെ ജോയിൻറ്റിലേക്ക് അയാൾ വിചാരിക്കുന്ന പോലെ അയാളുടെ ബോഡി അയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ഭീകരമായ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് പേഷ്യൻസ് വേണ്ടി വരും. കാരണം നമുക്ക് ഏറ്റവും ചെറിയ കാര്യം പോലും പറ്റാത്തവരെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര റെഡിക്കുലസ് ആയിട്ട് തോന്നും. അപ്പം എൻ്റെ അമ്മ നടന്നത്. അപ്പം നമുക്ക് ഈ പേഷ്യൻസ് ഭയങ്കരമായിട്ട് വേണ്ടി വരും. കാരണം അപ്പുറത്തെ ആള് ഈ ചെറിയ കാര്യം പോലും നമ്മൾ ഒന്നേ കാലെടുത്ത് വെക്കണം, നിൽക്കണം, പിടിക്കണം എന്നൊക്കെ പറഞ്ഞു തരേണ്ടി വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷെ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മെൻറ്റാലിറ്റിയിൽ മാറ്റണം. കാരണം ഈ വന്നിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഹെൽപ്പ് അന്വേഷിച്ച് വന്ന ആളുകളാണ്. സോ നിങ്ങൾ അവരെ കോച്ച് ചെയ്യുകയല്ല, നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പോൾ വയ്യാത്ത ഒരാളെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, സ്വാഭാവികമായിട്ട് അങ്ങനെ കണ്ടാവും. അപ്പം അങ്ങനെ കണ്ട് അത് പേഷ്യൻസിന് വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു ട്രിക്കാണ് കേട്ടോ. അപ്പം അങ്ങനെ വളരെയധികം പേഷ്യൻസ് വേണ്ടി വരും. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇത്രയും പേഷ്യൻ്റായിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഭൂരിഭാഗം ആളുകൾ ഉദ്ദേശിക്കുന്ന ഫിറ്റ്നസ് എന്ന് പറയുന്നത് വെയിറ്റ് കുറയ്ക്കാൻ. അപ്പം നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നു എന്നതിലുപരി നമുക്ക് അവരുടെ ഡയറ്റ് എപ്പോഴും ലൈക്ക് അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജസ് അയച്ചോ അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് മെസ്സേജസ് സെറ്റ് ചെയ്തോ എന്തെങ്കിലുമൊക്കെ നമുക്കത് ചെയ്യേണ്ടി വരും. അത് ചെയ്യാൻ പറ്റിയില്ല, അവർക്ക് റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും ആത്മാർത്ഥത കാണിച്ചാൽ നമ്മളെ തന്നെ അവർ കുറ്റം പറയും. ആ സർവീസ് ഇൻഡസ്ട്രിയിലുള്ള പ്രത്യേകത, നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തെന്ന് പറഞ്ഞാലും നമ്മൾ കുറ്റം കേൾക്കും. അതൊപ്പം നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ട് കേൾക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ്. അപ്പം ഇതൊക്കെ ഫേസ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ വരാവൂ. പിന്നെ ഇതെല്ലാം ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടല്ലേ കോച്ച്, അതുപോലെ തന്നെ ഓൺലൈൻ കോച്ചിങ് ആളുകൾ ചെയ്യുന്നുണ്ട്. 1-to-1 അതാണ് ഇപ്പോൾ ലൈവായിട്ട് വന്നിരുന്ന ലൈവ് കോച്ചിങ്. പിന്നെ വർക്കൗട്ട് ഡയറ്റ് പ്ലാൻ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് വൺസ് എ വീക്ക് ചെക്ക് ഇൻ ചെയ്ത് അവർ തന്നെ ചെയ്യുന്ന ഒരു തരം കോച്ചിങ് ഉണ്ട്. അപ്പം ഇങ്ങനെ പലതരം കോച്ചിങ് ഉണ്ട്. പിന്നെ ഗ്രൂപ്പ് ക്ലാസ്സുകളുണ്ട്, പിന്നെ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. അങ്ങനെ ഇതിന് നമ്മൾ മാർക്കറ്റ് ചെയ്ത് നമ്മളൊരു ബിസിനസ് സ്വന്തമായിട്ട് നടത്തുന്ന പോലെ തന്നെ ഇതിനെ മാർക്കറ്റ് ചെയ്ത് നേടിയെടുക്കുക എന്നൊരു വഴിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു ജിമ്മിലോ അല്ലെ അത്യാവശ്യം നല്ല ക്ലയൻസ് ഒക്കെ വരുന്ന ജിമ്മിലോ കാര്യങ്ങളിലൊക്കെ ചെന്ന് അവിടെ പേഴ്സണൽ ട്രെയിനിങ് എടുത്ത് അങ്ങനെ പൈസ ഉണ്ടാക്കുക. അങ്ങനെ ഇതിന് പൈസ ഉണ്ടാക്കാൻ രീതികൾ ഭയങ്കര വാസ്റ്റാണ്. പക്ഷെ അതിലേക്ക് കയറി പറ്റുക ഇത്തിരി പാടാണ്. അപ്പം ഇത്രയൊക്കെയാണ് ബേസിക് ഒരു കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒന്ന്, ബോറിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. ബോറിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഒമിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭാഗത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കരുത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മൾട്ടി പ്ലാനറാണ്. ഇതിന് പല പല രീതിയും പല ഇൻകം സോഴ്സുകളുണ്ട്. ഫിസിയോളജി ബേസ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. AI യൂസ് ചെയ്യാൻ പഠിക്കുക. പിന്നെ ക്രോണിക് ഡിസീസസ് കൂടിക്കൂടി വരുന്നുണ്ട്, അത് മനസ്സിലാക്കി അതിനുള്ള ബോധവൽക്കരണ ആളുകളിലേക്ക് എത്തിക്കുക. നമുക്ക് ആവശ്യത്തിന് പേഷ്യൻസ് ഉണ്ടാവണം. അതേപോലെ തന്നെ ചേഞ്ചുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, ഒരു മെൻ്റലി റെഡി ആയിരിക്കും. ഐ ഹോപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം.